ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും കേട്ടില്ല നെറ്റ് മാറി കിടക്കുന്നതുകൊണ്ട് ഒന്ന് നോക്കിയതാണ്. അപ്പോഴൊരു പൂച്ച ഒരു പേരിൽ അള്ളിപ്പിടിച്ചിരുന്നുള്ള വിളി. എന്തായാലും ഒരു ടാങ്ക് വെള്ളം അടിച്ചിട്ടിട്ട് പോയത് കൊണ്ട് ഇന്ന് കുളിക്കാനും കഴുകാനും ഒക്കെ നമുക്ക് വെള്ളമുണ്ട്. പക്ഷേ ഇത് ഏകദേശം 5:30 മണിയായി. ഇനി എപ്പോഴാണ് മോട്ടർ എടുത്തുകൊണ്ട് വന്നിട്ട് വറ്റിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. ഇന്ന് എന്തായാലും പറ്റുമെന്ന് തോന്നുന്നുമില്ല. തൊട്ടി ഇറക്കി കൊടുത്തിട്ട് ഒരു തരത്തിൽ ആ പുല്ല് അതിനകത്തോട്ട് കയറുന്നില്ല. അത് അവിടെ കിടന്നങ്ങ് നീന്തി കളിക്കുന്നു. ചേട്ടനും കൊച്ചേട്ടനും ആൻ്റമ്മനമ്മയ്ക്കും ഒരുപാട് നോക്കി, ഒരു രക്ഷയില്ല. ആ പുല്ല് അതിനകത്ത് കയറുന്നില്ല. കയ്യിൽ 5 പൈസ ഇല്ലാത്തപ്പോഴാണ് ഇതുപോലുള്ള സാധനങ്ങൾ വന്ന് കേട്ടി ചാടി മനുഷ്യൻ അങ്ങനെ കൂടെ കുറേ ചിലവുണ്ടാക്കി തരുന്നത്. എന്തായാലും നാളെ രാവിലെ മോട്ടർ എടുത്തുകൊണ്ട് വന്ന് കിണർ അറയ്ക്കാൻ പറ്റും. അതിനു മുമ്പ് ഈ സാധനം അതിനകത്ത് നിന്ന് കയറില്ലെങ്കിൽ ഇനി അതും കൂടെ അവിടെ കിടന്ന് ചാവൂലേ. ഈ തൊട്ടിയിൽ അതിന് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഞാൻ ചേട്ടനോട് പറഞ്ഞ് വീട്ടിൻ്റെ പിറകെ ഒരു റബ്ബർ കൂട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് എളുപ്പത്തിൽ കൂടെ വലുതായതുകൊണ്ട് അതിന് കയറാൻ പറ്റുമായിരിക്കും. അപ്പം അത് പോയി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞുകൊണ്ട് ചേട്ടൻ റബ്ബർ കൂട്ട് എടുക്കാൻ പോയിട്ടുണ്ട്. റബ്ബർ വീട്ട് എടുക്കാൻ പോയ ആളിനെ കാണാത്തതുകൊണ്ട് ഞാൻ വീട്ടിൻ്റെ ബാക്കിലോട്ട് പോയി. പോയിട്ട് വന്ന സമയത്ത് എന്ത് സംഭവിച്ചു എന്നറിയില്ല. ആള് തൊട്ടിക്കകത്ത് കയറി ആൻ്റമ്മ അമ്മ എടുത്ത് വെളിയിലിട്ട്. ഞാൻ വരുന്നതിന് മുമ്പേ ഒരൊറ്റ ഓട്ടം. പക്ഷേ ആളിനെ എടുത്ത് വെളിയിലിട്ട സമയത്ത് ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ 2 അടിയെങ്കിലും ഞാൻ പറ്റിച്ചു കൊടുത്തനായിരുന്നു. കാരണം ഇതൊക്കെ എന്തിനാണെന്ന് വന്ന് ഇതിനകത്ത് ചാടുന്നത്. ഇനിയിപ്പോൾ നാളെ അത് ഇറക്കണ്ടേ. ഇതൊക്കെയാണ് അവസ്ഥ.